വെൽക്കം ടു SBS. നമ്മൾ സ്റ്റോക്ക് സീരീസിലെ ഒരു വിധം സെനോറിയോയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ ചോദിച്ചാൽ അത് നമ്മൾ അവസാനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫിസിയോതെറാപ്പി ഡീറ്റെയിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കൃത്യമായിട്ടൊരു അസസ്മെന്റ് അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ ഡയഗ്നോസിസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ അസസ്മെന്റ് വേണം. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് അസസ്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ബേസിക് ഡെമോഗ്രാഫിക് ഡാറ്റ, അത് നിങ്ങൾക്കറിയാം, നെയിം, ഏജ്, ജെൻഡർ, ഒക്യുപ്പേഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് തിങ്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഒബ്സർവേഷൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പേഷ്യന്റ് കയറി വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും, പോസ്റ്റർ കാണാം, എങ്ങനെയാണ് ആ പേഷ്യന്റെ പോസ്റ്റർ. സെക്കൻഡ് തിങ്, അവർ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിൽ സ്കാർ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ഇഞ്ചുറി ഉണ്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് ഇഞ്ചുറി വല്ലതും ഉണ്ടോ. പിന്നെ നമുക്ക് എഡീമ ഉണ്ടോ നോക്കാൻ പറ്റും. എഡീമ ഉണ്ടോ നോക്കി ആക്റ്റീവായിട്ട് എഡീമ ഉണ്ടോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണോ, എൻ്റെ എഡീമ ഉണ്ടോ നോക്കുന്ന പ്രധാനം എന്താ, നിങ്ങൾ ഈ ഒബ്സർവേഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുക മാത്രമല്ല, ഇതെല്ലാം നിങ്ങളെ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പേഷ്യന്റ് ഒരു പെഡൽ എഡീമ ഉണ്ടെന്ന് വെച്ചോളൂ, നമ്മൾ ബർഗർ സ്റ്റേണിംഗ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഇതിന് അണ്ടർലൈൻ എന്തെങ്കിലും കോസ് ഉണ്ടോ, കാർഡിയക് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ടോ, ഇതിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെഡൽ എഡീമ കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം വെച്ചാൽ പേഷ്യന്റ് ബിഹേവിയർ. നമുക്ക് പേഷ്യന്റ് ഒബ്സർവ് ചെയ്യുന്നതിന് പേഷ്യന്റ് ബിഹേവിയർ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് പേഷ്യന്റ് കോപ്പറേഷൻ ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെന്റ് റെജിമിൽ അത്യാവശ്യമാണ്. തീരെ നോൺ കോപ്പറേറ്റീവ് ആയ പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് ഔട്ട്കം വളരെ കുറവായിരിക്കും, പേഷ്യന്റ് നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് കുറവായിരിക്കും. കാരണം കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിലേഡ് ആയ റിക്കവറി അല്ലെങ്കിൽ നോ റിക്കവറി. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ സമയത്താണ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് കൗൺസിലിംഗ്, സൈക്കോളജിയുടെ ആസ്പെക്ട് ഒക്കെ വരുന്നത് ഇവിടെയാണ്. ക്ലിയർ ആയല്ലോ. ദെൻ ലാസ്റ്റ് വൺ, പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് എന്താണ്, പേഷ്യന്റ് ഹെൽത്ത് ഫെയർ ആണോ, ഗുഡ് ആണോ, പുവർ ആണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കാം. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഹിസ്റ്ററിയാണ് നോക്കുക. ഹിസ്റ്ററി നമ്മൾ എന്തെല്ലാം നോക്കാം, പ്രസന്റ് ഹിസ്റ്ററി ഉണ്ട്, നമുക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. പാസ്റ്റ് ഹിസ്റ്ററിയിൽ പേഷ്യന്റ് എന്തെങ്കിലും പാത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നോ, ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണോ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, സ്മോക്കിംഗ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. കറന്റ് ഹിസ്റ്ററി നമ്മൾ നോക്കണം. പ്രസന്റ്ലി പേഷ്യന്റ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് അതെല്ലാം ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയല്ലോ. നൗ കം ടു വാട്ട് ഈസ് നാട്ട്. നമുക്ക് ഇനിയാണ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഈ അസസ്മെന്റ് നമ്മൾ ഫസ്റ്റ് ബേസിക് ഡെമോഗ്രാഫിക് ഡാറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞു പേഷ്യന്റിനെ. തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു, പേഷ്യന്റ് ഒരു ഒബ്സർവേഷൻ കഴിഞ്ഞു, ഹിസ്റ്ററി കഴിഞ്ഞു, എക്സാമിനേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. മറന്നുകൂടാ, എക്സാമിനേഷൻ വളരെ ക്രൂഷ്യലായ റോളാണ് നമുക്ക് അസസ്മെന്റിലേക്ക് തരാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഒരു എക്സാമിനേഷൻ നോക്കാം, നമുക്ക് നോക്കണം, സെൻസറി എക്സാമിനേഷൻ നോക്കണം, മോട്ടോർ നോക്കണം, ഗേറ്റ് ഫംഗ്ഷൻ നോക്കണം, കോർഡിനേഷൻ നോക്കണം, ബാലൻസ് നോക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് സെൻസറി എടുക്കാം. സെൻസറി നമ്മൾ നമുക്ക് നോക്കേണ്ട കാര്യം ക്രാനിയൽ നെർവ്സിന്റെ അസസ്മെന്റ്. നമ്മൾ ഇവിടെ പറഞ്ഞത് വലിയ രീതിയിലായി പോകും, കാരണം അതിന് പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയററ്റിക്കലായിട്ട് നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യമാണ്. 12 വേസ് ഓഫ് ക്രാനിയൽ നെർവ്സിന് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ന്യൂറോളജിക്കൽ അസസ്മെന്റ് നമുക്ക് പഠിച്ചേക്കാം. പിന്നെ നമുക്ക് നോക്കാം, സെൻസറി എക്സാമിനേഷനിൽ നമുക്കറിയാം ഡീപ്പും സൂപ്പർഫിഷ്യൽ, ഡീപ്പ് ആൻഡ് കോർട്ടിക്കൽ അല്ലെ. ഇപ്പൊ നമ്മൾ സൂപ്പർഫിഷ്യൽ സെൻസറി ടെസ്റ്റ് എന്തെല്ലാം ചെയ്യും, നമുക്ക് പേഷ്യന്റ് നമുക്ക് ഒരു ബേസിക് ടച്ച് അല്ലെങ്കിൽ ക്രൂഡ് ടച്ച്, ഫൈൻ ടച്ച്, വൈബ്രേഷൻ, ഇതെല്ലാം നമ്മൾ എന്താ നോക്കുക, പ്രഷർ, ഇതെല്ലാം നമുക്ക് പേഷ്യന്റിന് അറിയുന്നുണ്ടുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. സെക്കൻഡ് തിങ്, ഡീപ്പ് കോർട്ടിക്കൽ റിഫ്ലക്സസ്. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം, 2 പോയിന്റ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റീരിയോഗ്നോസിസ്, ഇതെല്ലാം കൈനസെറ്റിക് സെൻസ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് നമുക്ക് ഡീപ്പ് കോർട്ടിക്കൽ റിഫ്ലക്സസിലാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മോട്ടോർ അസസ്മെന്റിലേക്ക് പോവാം, അല്ലെങ്കിൽ മോട്ടോർ എക്സാമിനേഷനിലേക്ക് നോക്കാം. എന്താണ് മോട്ടോർ എക്സാമിനേഷൻ? ഫസ്റ്റ് ടോൺ നോക്കാം. ഇവിടെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റ് നമുക്ക് എന്താണ്ടാവുക, പെട്ടെന്ന് പേഷ്യന്റ് ഒരു സൈഡ് മൊത്തം തളർന്നു പോയി, എന്താണ്ടാവുക, ഹൈപ്പോടോണിസിറ്റി. എന്നാൽ 90% രോഗികൾക്കും ഈ ഹൈപ്പോടോണിസിറ്റി എന്ത് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, ഹൈപ്പർ ടോണിസിറ്റി ആയിട്ട് മാറാറുണ്ട്. മറന്നുകൂടാ കേട്ടോ. തുടക്കത്തിൽ നമുക്ക് എന്താണ്ടാവുക, ഹൈപ്പോടോണിസിറ്റി ആണ്. Then later on it is converted into 90% cases converted into hypertonicity. ഈ പ്രോസസ് ഓഫ് കൺവേർഷൻ അല്ലെങ്കിൽ പ്രോസസ് എമേർജിംഗ് ഫ്രം എ ഹൈപ്പോടോണിസിറ്റി ടു ഹൈപ്പർടോണിസിറ്റി നമ്മൾ എന്താ പറയാ, ഒബ്ലിഗേറ്ററി സിനർജി. മറന്നുകൂടാ. ക്ലിയർ ആയല്ലോ, ആ വേർഡ് ക്ലിയർ ആയല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നമുക്ക് ടോൺ പറയുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ടോൺ അസസ് ചെയ്യുക, ഒരു മസിൽ ടോൺ അസസ് ചെയ്യാൻ സഹായിക്കുന്ന ചാർട്ട് നമ്മൾ പറയാണ് മോഡിഫൈഡ് അഷ്വർഡ് സ്കെയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഈ മോഡിഫൈഡ് അഷ്വർഡ് സ്കെയിലിൽ ഒരു മസിൽസിന് ടോൺ എങ്ങനെ നമ്മൾ അസസ് ചെയ്യുക, അതെന്താണെന്ന് കൂടി പറഞ്ഞത്. ആദ്യത്തെ കാര്യം, ഗ്രേഡ് 0 മുതൽ ഗ്രേഡ് 4 വരെ നമുക്ക് അതിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം ഗ്രേഡ് 0 നോക്കാം. ഗ്രേഡ് 0 എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ മസിൽ ടോൺ. ക്ലിയർ ആയല്ലോ. ഗ്രേഡ് 1 എന്ന് പറയുന്നത് മിനിമൽ ഇൻക്രീസ് ഇൻ ദ മസിൽ ടോൺ. പക്ഷെ എന്താണോ, ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ദ റേഞ്ച്. അത് ഫ്ലെക്ഷനോ എക്സ്റ്റൻഷനോ അവിടെ എൻഡ് ഓഫ് റേഞ്ച് നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി 1+ പോവുകയാണെങ്കിൽ ഇവിടെ മിനിമൽ ഇൻക്രീസ് ഇൻ ദ മസിൽ ടോൺ. ഇവിടെ ത്രൂ ഔട്ട് ദ റേഞ്ച് നമുക്ക് മിനിമൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, മിനിമൽ ഇൻക്രീസ് ഇൻ ദ മസിൽ ടോൺ, അവിടെ ത്രൂ ഔട്ട് റേഞ്ച് നമുക്ക് എന്ത് ചെയ്യും, ചെറിയ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇനി 1 കഴിഞ്ഞാൽ 1+ ആണ് വന്നത്. പിന്നെ 2 എന്ന് പറഞ്ഞാൽ ദർ ഇസ് മോർ ഇൻക്രീസ് ഇൻ മസിൽ ടോൺ. മസിൽ ടോൺ ഇൻക്രീസ് ചെയ്യും, പക്ഷേ നമുക്ക് എന്താണ്, അവിടെ മൂവ്മെന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്കവിടെ മൂവ്മെന്റ് ഉണ്ടാവും. ഇനി നമുക്ക് എന്താണ്, ഗ്രേഡ് 3 വരാം.
ഇവിടെ എന്താ കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ മസിൽ ടോൺ, വീണ്ടും മസിൽ ടോൺ നമുക്ക് ഇൻക്രീസ് ആവാണ്. ഇവിടെ സംഭവിക്കുക എന്താ ചോദിച്ചാൽ ആക്റ്റീവ് മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, പാസീവ് മൂവ്മെന്റ്സ് തന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ആവും. ഇനി ഗ്രേഡ് 4ലേക്ക് നമുക്ക് പോകാം. ഗ്രേഡ് 4 ആ പാർട്ട് ഭയങ്കര റിജിഡ് ആയിരിക്കും. ദർ ഇസ് നോ മൂവ്മെന്റ് അറ്റ് ഓൾ, ഭയങ്കര റിജിഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആ സ്കെയിൽ മനസ്സിലായല്ലോ. ഇനി മോഡിഫൈ അശ്വ സ്കെയിൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്തറിയാൻ പോകുന്നത് റിഫ്ലക്സസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് മസിൽ റിഫ്ലക്സ് നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ വളരെ ഫ്ലാസിഡ് ആയ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ ഉണ്ടാവുക, ഹൈപ്പോ റിഫ്ലക്സിയ. ഓക്കെ, എന്നാൽ കുറച്ചൊരു സ്പാസിക് കണ്ടീഷൻ ആണെങ്കിലോ ഹൈപ്പർ റിഫ്ലക്സിയ നമുക്ക് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് DTR ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റിഫ്ലക്സ് നമുക്ക് പേഷ്യന്റ് ഈ സ്ട്രോക്ക് റിക്കവറിന് ഓരോ ഘട്ടത്തിൽ നമുക്ക് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്, ഇത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ പേഷ്യന്റിന് ഒരു വോളണ്ടറി മൂവ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ വോളണ്ടറി മൂവ്മെന്റ്സ് നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ലെഫ്റ്റ് സൈഡ് എഫക്ട് ആവുകയാണെങ്കിൽ ബ്രെയിൻ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ബോഡിയാണ് നമുക്ക് എഫക്ട് ആവുന്നത്. ക്ലിയർ ആയല്ലോ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ആ വോളണ്ടറി മൂവ്മെന്റ്സ് എഫക്ട് ആയ സൈഡിൽ ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് രണ്ട് തരം സിനർജീസ് അവിടെ കാണാം. ഓക്കെ, എന്തൊക്കെ സിനർജീസാണ് കാണാം, ഫ്ലെക്ഷൻ സിനർജിയും അതുപോലെ എക്സ്റ്റൻഷൻ സിനർജിയും. ഓക്കെ, ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പലപ്പോഴും നിങ്ങൾ സ്ട്രോക്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പറയും പേഷ്യന്റ് കൈ പൊന്തുന്നുണ്ട്, പക്ഷെ കുറച്ച് പേഷ്യന്റ് ബെൻഡ് ആവാൻ മുഴുവനായിട്ട് പൊന്തുന്നില്ല, അല്ലെങ്കിൽ മൂവ്മെന്റ് ഒരു കൃത്യമായി വരുന്നില്ല, എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് റിസൾട്ട് ഇല്ല. അതിനുള്ള റീസണും കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. പലപ്പോഴും ഈ സിനേജിന്റെ പാറ്റേൺ ആയി നിൽക്കുന്ന മസിൽസിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരും. പക്ഷെ സം ഓഫ് മസിൽസ് ആർ നോട്ട് ഇൻവോൾവിംഗ് ഇൻ സിനർജി. സിനർജിയിൽ ഇൻവോൾവ് ചെയ്യാത്ത മസിൽസിന്റെ ആക്ടിവേഷനും റിക്കവറിയും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ സ്ട്രോക്കിൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്രത്തോളം ഫൈൻ ആയിട്ട് പേഷ്യന്റ് അല്ല പൊന്തിക്കാൻ പറ്റും. പക്ഷേ ഈ കൈ പൊന്തിക്കുന്ന പോലെ ഈ കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പേഷ്യന്റ് പറയാനുള്ള കാരണം അതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഡെൽറ്റോയിഡ്, ഇപ്പൊ നമ്മൾ ഷോൾഡറിന്റെ അബ്ഡക്ഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡെൽറ്റോയിഡ് പ്ലേസ് എ മേജർ റോൾ അല്ലെ. അപ്പൊ അത് സിനേജിന്റെ പാർട്ടിൽ ഇൻവോൾവ് ചെയ്ത മസിൽ ആയതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. എന്നാൽ ഈ നമ്മുടെ അബ്ഡക്ഷൻ സഹായിക്കുന്ന മറ്റ് ആക്സസറി മസിൽസ് ഉണ്ട്, ചില മസിൽസ് ചെറിയ സപ്പോർട്ട് ചെയ്ത മസിൽസ്, അത് ഈ സിനേജിന്റെ പാർട്ട് ആവാത്തതുകൊണ്ട് തന്നെ അതിന് ആക്ടിവേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 മസിലിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അപ്പർ ലിംബിൽ സെറേറ്റസ് ആന്റീരിയർ, അതുപോലെ തന്നെ ലാറ്റസ് ഡോർസി, അതുപോലെ ടെറസ് മേജർ, ഫിംഗർ ഫ്ലെക്സേഴ്സ്, അബ്ഡക്ഷൻ അല്ല കേട്ടോ, ഫിംഗർ ഫ്ലെക്സേഴ്സ്, ഇതൊക്കെ നമുക്കൊരു സ്ട്രോക്ക് വരുമ്പോൾ ആ സിനേജിൽ പെടാത്ത മസിൽസ് ആണ്. അതുപോലെ ഇവേർട്ടേഴ്സ്, ആംഗിൾ ഇവേർട്ടേഴ്സ് എല്ലാം. അപ്പൊ ഈ മസിൽസ് ഇൻവോൾവ് ആവാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ റിക്കവറി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാണുക. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ട്രീറ്റ്മെന്റ് സമയത്ത് ഇത്തരം മസിൽസിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ട്രീറ്റ്മെന്റ് റെജിമിൽ ഉൾപ്പെടുത്തണം. ആ സിനേജി മാത്രം ബ്രേക്ക് ചെയ്താൽ പോരാ, ഇൻവോൾവ് ആവാത്ത മസിൽസിന്റെ ഫെസിലിറ്റേഷനും ആക്ടിവേഷനും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ നല്ല റിസൾട്ട് പേഷ്യന്റ് വരും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 2 സിനേജി നോക്കാം. ഫ്ലെക്ഷൻ സിനേജി, നമ്മൾ യൂഷ്വലി കാണുന്ന ഫ്ലെക്ഷൻ സിനേജി എന്താ, അപ്പർ ലിംബിലും, ഈ ഫ്ലെക്ഷൻ സിനേജി അപ്പർ ലിംബിലും ഉണ്ട്, ലോവർ ലിംബിലും ഉണ്ട്. അതുപോലെ എക്സ്റ്റൻഷൻ സിനേജി അപ്പർ ലിംബിലും ഉണ്ട്, ലോവർ ലിംബിലും ഉണ്ട്. നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ഫ്ലെക്ഷൻ സിനേജി ഓഫ് അപ്പർ ലിംബ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ കാണാം, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റോക്ക് പേഷ്യന്റ് കാണുന്ന സമയത്ത് ആദ്യം സ്കാപ്പുല റിട്രാക്ട് ചെയ്യും. ഓക്കെ, സ്കാപ്പുല അവിടുന്ന് റിട്രാക്ട് ചെയ്യും. സെക്കൻഡ് തിങ് എന്താണ്, അബ്ഡക്ഷൻ ചെയ്യും. ഷോൾഡർ അബ്ഡക്ഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ വരും, അബ്ഡക്ഷൻ വരും, എക്സ്റ്റേണൽ റൊട്ടേഷൻ വരും, നമ്മുടെ ഫോറാം സൂപ്പനേഷൻ വരും, ഫിംഗേഴ്സും റിസ്റ്റും ഫ്ലെക്സ്ഡും ആവും. സോ പോസ്റ്റർ നിങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണും, ആ സ്റ്റോക്ക് വന്ന് ഇങ്ങനത്തെ സ്റ്റോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതേ ഫ്ലെക്ഷൻ സിനേജിൽ ഓവർ ലിംബിലേക്ക് വരികയാണെങ്കിലോ ഹിപ്പ് നന്നായി ഫ്ലെക്സ് ചെയ്തിരിക്കും, ക്ലിയർ, ദെൻ അബ്ഡക്ട് ചെയ്തിരിക്കും, എക്സ്റ്റേണലി റൊട്ടേറ്റും ചെയ്തിരിക്കും. ഇനി ആംഗിളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, ആംഗിൾ ഡോർസി ഫ്ലെക്ഷനിലേക്കും അതുപോലെ തന്നെ ഇൻവേർഷനിലേക്കും പോയിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സ്റ്റൻസാർ പാറ്റേണിലേക്ക് പോവാം. അപ്പർ ലിംബിൽ എന്താണ് എക്സ്റ്റൻഷൻ പാറ്റേൺ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അതായത് സ്കാപ്പിൽ നമുക്ക് റിട്രാക്ഷൻ സംഭവിക്കുന്നു, ദെൻ ഷോൾഡർ എന്താണ് അഡക്ട് ചെയ്യുന്നു, എൽബോ അഡക്റ്റും ഇന്റേണൽ റൊട്ടേറ്റർ ആണ് ഷോൾഡറിൽ വരിക, എൽബോ എക്സ്റ്റൻഷനിലേക്ക് പോകുന്നു. ക്ലിയർ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ആ എക്സ്റ്റൻഷൻ സിനേജി നമുക്ക് ലോവർ ലിംബിലേക്ക് വരുമ്പോൾ എന്താണ്, ഹിപ്പ് എന്താ സംഭവിക്കുക, അവിടെ ഫ്ലെക്ഷൻ ആണ്, ഇവിടെ എക്സ്റ്റൻഷൻ ആണ്, അവിടെ എക്സ്റ്റേണൽ റൊട്ടേഷൻ ആണ്, ഇവിടെ ഇന്റേണൽ റൊട്ടേഷൻ ആണ്. നീ ഇവിടെ എക്സ്റ്റൻഷനിലേക്കാണ് പോവുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പ്ലാന്റാർ ഫ്ലെക്ഷൻ ആണ് നമുക്കവിടെ കാണാം. പ്ലാന്റാർ ഫ്ലെക്ഷൻ പ്ലസ് റിവേഷൻ ആണ് നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ 2 സിനേജി, ഫ്ലെക്ഷൻ സിനേജിനെ കുറിച്ചും എക്സ്റ്റൻഷൻ സിനേജിനെ കുറിച്ചും മനസ്സിലാക്കിയല്ലോ. ഈ സിനേജി മനസ്സിലാക്കിയാലാണ് ഈ സിനേജി പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെന്നും ആ ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും ന്യൂറോ റീഹാബിലിറ്റേഷൻ പോകണമെന്നും മനസ്സിലാവുക. അങ്ങനെ ചെയ്താലാണ് പേഷ്യന്റ് സ്ട്രോക്കിൽ നമുക്ക് നല്ല വ്യത്യാസം വരിക. ക്ലിയർ. വാട്ട് ഈസ് നെക്സ്റ്റ്, MMT നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ് MMT? മാനുവൽ മസിൽ ടെസ്റ്റ്. നിങ്ങൾക്കറിയാം 0 to 5 ഗ്രേഡ് വരെ ഉണ്ട്. അതായത് ഗ്രാവിറ്റി എലിമിനേറ്റർ, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വിത്ത് മിനിമൽ റെസിസ്റ്റൻസ്, അങ്ങനെ 0 to 5 വരെ ഗ്രേഡ്. ഈ ഗ്രേഡ് നോക്കുന്നത് ഇതിനെ നമ്മൾ ഈ ഗ്രേഡ് നോക്കിയാൽ നമുക്ക് ഇലക്ട്രോമൊഡാലിറ്റി യൂസ് ചെയ്യണോ. ഇലക്ട്രോമൊഡാലിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സർജ്ഡ് ഇന്റർമിറ്റന്റ് ഫാഡിക് സ്റ്റിമുലേഷന്റെ എത്ര സർജ് കൊടുക്കണം,
എത്ര ഡ്യൂറേഷൻ കൊടുക്കണം സ്റ്റിമുലേഷന്, ഏത് മസിലിന് എത്രത്തോളം സ്റ്റിമുലേഷൻ കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ എത്ര ടേൺസ് ഓഫ് സ്റ്റിമുലേഷൻ കൊടുക്കണം ആ മസിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അതിന് മസിൽസിന്റെ പ്രോപ്പർട്ടി എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ദെൻ കം ടു കോർഡിനേഷൻ. പേഷ്യന്റ് കോർഡിനേഷൻ നമ്മൾ കൃത്യമായി നോക്കണം. കോർഡിനേഷൻ മോശമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കോർഡിനേഷൻ ട്രെയിനിങ് കൂടി നമ്മുടെ ട്രീറ്റ്മെന്റിന്, അതായത് മോട്ടോ റീഹാബിന്റെ ഒപ്പം കോർഡിനേഷൻ ട്രെയിനിങ് കൂടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയല്ലോ? ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്കിനി വേണ്ട ഗേറ്റ് പാറ്റേൺ ആണ്. ഗേറ്റ് പാറ്റേൺ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ട്. ബാലൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ബർഗ് ബാലൻസ് ടെസ്റ്റ്. ക്ലിയർ? ഇനിയിപ്പോൾ ബർഗ് ബാലൻസ് ടെസ്റ്റ് കൂടി പറയുമ്പോൾ ഈ വീഡിയോ വളരെ ലെങ്തി ആവും. പക്ഷേ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പേഷ്യന്റെ പൊസിഷൻ സിറ്റ് ടു സ്റ്റാൻഡ്, സ്റ്റാൻഡ് ടു സിറ്റ്, ദെൻ പ്രോൺ ടു സുപ്പൈൻ, സുപ്പൈൻ ടു സൈഡ് ലൈൻ, ഈ പൊസിഷനിലൊക്കെ നമ്മൾ പേഷ്യന്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ബർഗ് ബാലൻസ് ടെസ്റ്റ് നമ്മൾ വിലയിരുത്തുക. ഓക്കെ. ആൻഡ് നമുക്ക് ഇതിന്റെ വേണം ഗേറ്റ് അനാലിസിസ്. ഈ ഗേറ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഗേറ്റ് അനാലിസിസ് മാത്രം നമുക്ക് വലിയൊരു ടോപ്പിക്കായി എടുക്കാവുന്നുണ്ട്. ഞാൻ ഇവിടെ ചെറുതായി പറഞ്ഞുതരാം. ഒരു പേഷ്യന്റ് ഗേറ്റ് പാറ്റേൺ നമുക്ക് യൂഷ്വലി നമുക്ക് എന്താ കാണാം? സർക്കംഡക്ടറി ഗേറ്റ് അല്ലെങ്കിൽ ഹെമിപ്ലീജിക് ഗേറ്റ് ആണ് നമ്മൾ യൂഷ്വലി സ്ട്രോക്ക് പേഷ്യൻസ് നമ്മൾ കാണാറ്. പക്ഷേ പാത്തോളജിക്കൽ ഗേറ്റിനെ കുറിച്ച് നമുക്ക് വേറൊരു അസസ്മെന്റ് ക്ലാസ്സിൽ പഠിച്ചേക്കാം. ഇനി ഗേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം നോക്കണം? നമുക്കറിയാം അതിന്റെ കുറെ ഈ ഗേറ്റ് പാരാമീറ്റേഴ്സ്, സ്റ്റെപ്പ് ലെങ്ത്, സ്ട്രൈഡ് ലെങ്ത്, സ്റ്റെപ്പ് ഡ്യൂറേഷൻ, സ്ട്രൈഡ് ഡ്യൂറേഷൻ, സ്വിംഗ് ഫേസ്, സ്റ്റാൻഡ് ഫേസ്, പിന്നെ ഒരു ഗേറ്റ് ട്രെയിനിങ് സമയത്ത് ഡബിൾ ലിം സപ്പോർട്ടർ ആണോ, സിംഗിൾ ലിം സപ്പോർട്ടർ ആണോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഇതും അനലൈസ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പേഷ്യന്റിന്റെ ഡീഫോമിറ്റി ഉണ്ടോ നോക്കണം. നമുക്കറിയാം ഇപ്പോൾ ഒരു MCS സ്ട്രോക്ക് സംഭവിച്ച പേഷ്യന്റ് അപ്പർ ലിംബാണ് ഇൻവോൾവ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ഈ അപ്പർ ലിംബ് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കയ്യിൽ എപ്പോഴും നമുക്ക് സബ്ലക്സേഷനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ സബ്ലക്സേറ്റർ ആണോ, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ടോ, ഇത്തരത്തിൽ ഡീഫോമിറ്റി വല്ലതും പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഡീഫോമിറ്റിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും കൂടി നിങ്ങൾ എടുത്തിരിക്കണം. അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ റീകറക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളും കൂടി നിങ്ങൾ ഇതിലൂടെ എടുത്തേക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായല്ലോ. ഒബ്സർവേഷൻ മുതൽ, അതായത് ഫസ്റ്റ് പേഷ്യന്റ് ഒബ്സർവേഷൻ മുതൽ ഈ താഴെ വരുന്ന ഗേറ്റ് പാറ്റേൺ വരെ ശ്രദ്ധിച്ച്, ഡീഫോമിറ്റി വരെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ പാടുള്ളൂ. വരുന്ന വീഡിയോസിൽ നമുക്ക് എങ്ങനെ പേഷ്യന്റ് കൃത്യമായിട്ട് ഓരോ ഫേസിലും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള വിശദമായ വീഡിയോ നമുക്ക് ചെയ്യാം. താങ്ക് യു.